ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ തൗബയെ ഖാലിസായ തൗബയായി സ്വീകരിച്ചതിൽ പിന്നെ നിന്റെ മത്സരിയായ ശൈത്വാൻ ഇബ്ലീസിന്റെ ചേലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിത്തിരിച്ചു കളയാതെ ശിഷ്ടകാല ജീവിതം നിന്റെ പൊരുത്തത്തിലായി ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ ഖബറിലകം കടന്ന് ഈമാനോടുകൂടെ ഖബറിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഞങ്ങളുടെ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പൂമുഖം ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ തിരിച്ചറിയുന്ന ഖബറാളികളിൽ പെട്ട് ഈമാനോടുകൂടെ ഖബറിൽ നിന്ന് വീണ്ടും ഹയാത്തിട്ട് മഹ്ശറ കൊള്ളേ ഞങ്ങളെ യാത്രയാക്കപ്പെടുമ്പോൾ വലത് കൈയിൽ കിതാബിനെ തന്ന് സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ വിട്ടുകടന്ന് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും യാത്രയാക്കപ്പെടുമ്പോൾ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി അവിടുന്ന് കൈപിടിച്ച് സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞങ്ങളെ കാത്തുനിന്ന് അവിടുത്തെ കൈയും പിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന നല്ല മുത്തഖീങ്ങളിൽ പെടാനോ അവിടുത്തെ തൃക്കല്യാണത്തിൽ ഒരുമിച്ച് കൂടുവാനോ അവിടുത്തെ പൂമുഖം കണ്ട് ആസ്വദിക്കുവാനോ അവിടുത്തെ കൈപിടിച്ച് ചുംബിക്കുവാനും അല്ലാഹുവേ നിന്റെ ലിഖായിനെ കാണുവാനും ഞങ്ങൾക്ക് നീ ഏറ്റമേറ്റം ഉദവി ചെയ്യണം അല്ലാഹ് ഉദവി ചെയ്യണം അല്ലാഹ് ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു
വസല്ലം. സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അല്ലാഹുവേ, സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്. പരിശുദ്ധമായ പവിത്രമായ വെള്ളിയാഴ്ച രാവ്, അല്ലാഹുവേ, മുഹറമിന്റെ പവിത്രമായ രാത്രിയെ പ്രതീക്ഷിക്കുന്ന രാവ്. യാ അല്ലാഹ്, ഞങ്ങളെ എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. സ്വീകരിക്കണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ റഹ്മാനെ. വരാൻ പോകുന്ന ഒരു വർഷക്കാലം വലിയ ബറക്കത്തിന്റെ മാസമാക്കണേ അല്ലാഹ്. റാഹത്തിന്റെ മാസമാക്കണേ അല്ലാഹ്. സന്തോഷത്തിന്റെ മാസമാക്കണേ അല്ലാഹ്. ഈ പവിത്രമായ അടുത്ത വർഷാരംഭത്തിന്റെ തുടക്കത്തിലും അല്ലാഹുവേ, ഞങ്ങൾക്കിതുപോലെ പവിത്രമായ ദിക്റ് ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും ചൊല്ലാനും ധാരാളം നന്മകൾ ചെയ്യാനും ദീനിന് ഖിദ്മത്ത് ചെയ്യാനും അല്ലാഹ് തൗഫീഖ് നൽകണേ റഹ്മാനെ. തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഒരാളുടെ മുന്നിലും ഞങ്ങളെ നീ വഷളാക്കല്ലേ അല്ലാഹ്, ഐബാക്കല്ലേ അല്ലാഹ്. എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണേ റഹ്മാനെ. റാഹത്തോടെ ഞങ്ങൾക്ക് വരുന്ന ഒരു വർഷക്കാലം ഇബാദത്തുകൾ ചെയ്യാനും മദനീയം നടത്താനും അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരു അപകടത്തിലും ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയാണ് പോലും അല്ലാഹ്. ഇടുക്കി ഡാമ് തുറക്കാൻ വേണ്ടി പോവുകയാണ് പോലും. അങ്ങനെ ശക്തമായ മഴയിൽ വിഷമിക്കുന്നവരുണ്ട്. പരിഹാരം നൽകണേ റഹ്മാനെ. പരിഹാരം നൽകണേ അല്ലാഹ്. പരിഹാരം നൽകണേ റഹ്മാനെ. ഒരു അപകടവും നീ നൽകല്ല അല്ലാഹ്. ഇന്നലെയും അതേ ചൂരൽമലയുടെ സമീപത്ത് വയനാട്ടിലും മുണ്ടക്കയത്ത് വലിയ ശബ്ദം കേട്ടു അത്രേ. അല്ലാഹുവേ, ഇനിയും ഒരു ദുരന്തം ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയൂല അല്ലാഹ്. നീ കാവലാകണേ റഹ്മാനെ. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് നീ കാവലാകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ആസാറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ. നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകമായ ഒരു രോഗവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. ഐസിയുവിലുള്ളവരുണ്ട്, വെന്റിലേറ്ററിലുള്ളവരുണ്ട് അല്ലാഹുവേ. പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുന്ന ചെറിയൊരു മോനുണ്ട്, അജ്വദ് എന്ന് പറയുന്ന മോൻ. ചെറിയൊരു മോനുണ്ട്, അജ്വദ് എന്ന് പറയുന്ന മോന്. അല്ലാഹ്, എല്ലാവർക്കും നീ കാമിലായ ഹാജിലായ ശിഫാവ് കൊടുക്കണേ റഹ്മാനെ. ഹാജിലായ ശിഫാവ് കൊടുക്കണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ആസാറിന്റെ ബറക്കത്ത് കൊണ്ട് കാമിലായ ഹാജിലായ ശിഫ തരണേ റഹ്മാനെ. ഹാജിലായ ശിഫാവ് തരണേ അല്ലാഹ്. ഹാജിലായ ശിഫാവ് തരണേ അല്ലാഹ്. ഹാജിലായ ശിഫാവ് തരണേ അല്ലാഹ്. സഹിക്കാൻ കഴിയാത്ത ഒരു വേദനയോ, ഒരു കിഡ്നി സംബന്ധമായ രോഗമോ, ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയോ, പിത്തസഞ്ചിയിൽ കല്ലോ മൂത്രസഞ്ചിയിൽ കല്ലോ ഒന്നും ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനെ. നൽകല്ലേ അല്ലാഹ്,
നൽകല്ലേ അല്ലാ, നൽകല്ലേ അല്ലാ. എല്ലാ ബലാ മുസീബത്തുകളും തട്ടി ദൂരത്താക്കണേ റഹ്മാനെ. ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന സഹോദരൻ കുറെ രോഗവുമായി വിഷമത്തിൽ കഴിഞ്ഞു. ഇന്നലെ മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും ഹദ്ദാദും അസ്മാഉൽ ഹുസ്നയും അല്ലാഹുവേ കല്ലിങ്കാലിലുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ റഹ്മാനെ. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അങ്ങനെ ഞങ്ങൾ മരിച്ചുപോയ ഒരുപാട് ആളുകൾ ഈ വെള്ളിയാഴ്ച രാവിലെ അവരെ മറക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. സാധുവായ എൻ്റെ ഉപ്പയുണ്ട്, എൻ്റെ സഹോദരിയുണ്ട്, കുടുംബത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചവരുണ്ട്. ഒരുപാട് ആളുകൾ മരിച്ച ഖബറിലാണ്. അല്ലാഹുവേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന പലരുടെയും ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്, മക്കളുണ്ട്, കൂട്ടുകുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ പലരും വേണ്ടപ്പെട്ടവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, സഹായിച്ചവരുണ്ട്, വസ്ത്രം വാങ്ങിച്ചു തന്നവരുണ്ട്, ഭക്ഷണം തന്നവരുണ്ട്, വെള്ളം കുടിപ്പിച്ചവരുണ്ട്, ഞങ്ങളെ പല വിഷയങ്ങൾക്കും സഹായിച്ചവരുണ്ട്, ഹജ്ജിന് വേണ്ടി സഹായിച്ചവരുണ്ട്, മദീനത്തേക്ക് പോകാൻ സഹായിച്ചവരുണ്ട്. മരിച്ചുപോയ എല്ലാവർക്കും ഈ വെള്ളിയാഴ്ച രാവിൽ അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. നീ മാപ്പ് ചെയ്യണേ അല്ലാ. ഈ മജ്ലിസിന്റെ മുന്തിയ മിസ്ല സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. മണ്ണറ നീ മണിയറയാക്കണേ റബ്ബേ. അല്ലാഹുവേ എല്ലാ കാര്യങ്ങളും യാ അല്ലാ നിന്നെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. അല്ലാ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, യാ അല്ലാ രോഗികളായവർ, ഞങ്ങളോട് പല വിഷയങ്ങൾ പറഞ്ഞവർ, വീടില്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ കഴിയുന്നവർ, എല്ലാ ദിവസവും മദനീയത്തിൽ പങ്കെടുക്കുമ്പോ എനിക്കൊരു നല്ല വീടുണ്ടാകണമെന്ന് നീയത്ത് വെച്ച് മദനീയത്തിൽ പങ്കെടുക്കുന്ന ഉമ്മമാർ, അല്ലാ എത്രയോ ആളുകൾ പല മുറാദുകൾ കരുതിയിട്ടാണ് ഈ മജ്ലിസിൽ പങ്കെടുത്ത് ഖുർആൻ ഓതുന്നത്, ദിക്ർ ചൊല്ലുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്. പലരുടെയും മുറാദുകൾ നീ ആശുലാക്കി കൊടുത്തുവല്ലോ അല്ലാ. അല്ലാഹുവേ ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. വെറുതെയാക്കല്ലേ അല്ലാ. അല്ലാഹുവേ എല്ലാവരെയും എൻ്റെ ഉമ്മാനോട് വിളിച്ചു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ കാണുന്നവരൊക്കെയും പല മുറാദുകൾ പരുതി ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കച്ചവടം, ബിസിനസ്, ജോലി സംബന്ധമായ കാര്യങ്ങള് മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ആസാറിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഒരാളെയും നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. എല്ലാവരുടെ മുറാദുകളും അല്ലാഹുവേ നീ അസ്നാക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് നീ ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ ഗർഭിണികൾക്ക് നീ നല്ല റാഹത്തുള്ള സുഖപ്രസവം നൽകണേ അല്ലാ. ആൺമക്കളെ വേണ്ടവർക്ക് ആൺമക്കളെ കൊടുക്കണേ അല്ലാ. പെൺമക്കളെ വേണ്ടവർക്ക് പെൺമക്കളെ കൊടുക്കണേ അല്ലാ. ഒരാളെയും നീ ഖൈബാക്കി മടക്കല്ലേ റബ്ബേ. അല്ലാഹുവേ
എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക